ചേട്ടന്റെ ഫസ്റ്റ് മൂവി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സെക്കൻഡ് മൂവി ഇപ്പം സൂപ്പർ ഹിറ്റ് ആവുന്ന ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഡു യു തിങ്ക് ചേട്ടന്റെ ഈ ഒരു സ്മൈൽ കാരണം തന്നെയാണ് ഇത് ഇത്ര സൂപ്പർ ഹിറ്റ് ആയത്? വെറും ചിരി കൊണ്ട് മാത്രം അത് ചില സ്ത്രീ ഹൃദയങ്ങളെ പറ്റും. അല്ല ഇപ്പഴേ സന്തോഷം നമ്മുടെ ഓണമാണ്. നമ്മളിപ്പം വളരെ ഭംഗിയായിട്ട് ആരാധകര് എല്ലാരും കൂടെ സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ ഇത്തവണ ആരാധകരോടൊപ്പമാണോ അതോ സുഹൃത്തുക്കളോടൊപ്പമാണോ ഓണം ആഘോഷിക്കുന്നത്? എനിക്ക് 2-3 ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണന്റെ ആദ്യം വന്നതിന് ശേഷം ഒരു 100-ലധികം ഇനോഗ്രേഷൻ കഴിഞ്ഞു. അപ്പൊ അതേപോലെ ഇപ്പൊ പൂനെയിലും മറ്റുള്ള മഹാരാഷ്ട്രയിലൊക്കെ അവിടെയൊക്കെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ട ഒരു അവസ്ഥ. എവിടെ? പൂന. ഇത് ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യ സിനിമ തീർച്ചയായിട്ടും ഞാൻ 3 ഭാഷയിലാണ് എടുത്തിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിലിപ്പോൾ നിങ്ങൾക്കറിയാലോ, ലൊക്കേഷൻ കാണുന്ന തൊട്ടിട്ട് പടം ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു 200 ആൾ ചെയ്യുന്ന പണി ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിൽ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് തമിഴും ഹിന്ദി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അല്ലല്ല, ഞാൻ ചെയ്തു വെച്ചതാണ്. എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 2 മെഗാ സീരിയൽ വരുന്നു. ഇപ്പോൾ ഒരു വാരികയിൽ ഒരു നോവൽ വരാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു ഒരു ജീവചരിത്രം എഴുതിയാൽ നല്ലതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഈ നമ്മളിപ്പോൾ 70-80 വയസ്സുള്ള ചങ്ങായിമാർക്കാണ് ജീവചരിത്രം എഴുതണ്ടുള്ളൂ. അപ്പം നമ്മളെപ്പോലത്തെ ചങ്ങായിമാർക്ക് എന്ത് എഴുതാനാണ്? കുറെ പെണ്ണുങ്ങളെ വായി നോക്കിയാൽ ജീവചരിത്രം എഴുതാനുള്ളൂ. 45 വയസ്സായാൽ ജീവചരിത്രം എഴുതാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അത്രയും കാലത്ത് അനുഭവം. ഓക്കെ, അത് 20 കൊല്ലത്തിന് ശേഷം എനിക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇപ്പത്തെ അടി ചോദിച്ചു എവന്റെ വിചാരം ഗുലുമാൽ ജംഗ്ഷൻ ചെയ്ത ഏവൻ മറ്റേ വലിയ ആളെന്നാണ്. വലിയ ആൾക്കാരുണ്ടെന്ന്. സന്തോഷ് ചേട്ടാ, ഒരു ചോദ്യം. ചേട്ടൻ ഈ സിനിമയിൽ നായികമാരെ സെലക്ട് ചെയ്യുന്നതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ചേട്ടൻ ശ്രദ്ധിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മൾ നോക്കാം, ഒരു ക്യാമറ ഫേസ് ആണ് ശരിക്കും നോക്കുന്നത്. തീർച്ചയായിട്ടും ക്യാമറ ഫേസ്. അപ്പൊ മിനിമോളുടെ അച്ഛനിലെ നായികയുടെ പേരെന്താണ്? പുതിയ കുട്ടികളാണ് വരുന്നത്. ശരി, അതിനുശേഷം ഒരു പടം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ ഇരിക്കുന്ന 5 പേരിൽ ചേട്ടൻ ആരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഒരാളെ പറ്റുള്ളൂ. ഈ ഇരിക്കുന്ന 5 പേരിൽ സംശയം എന്താ? ഈ ഇരിക്കുന്ന 5 പേരിൽ ആരായിരിക്കും? 4 പേരാണ്. അല്ല ഞാൻ പറയട്ടെ, എനിക്ക് എവിടെയും 8 എൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഇവിടെ 4 പേരുള്ളൂ. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഞാൻ പറയട്ടെ, ബിഗ് സ്ക്രീനിൽ 8, മിനി സ്ക്രീനിൽ 4, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ. അല്ല, കൃഷ്ണനും രാധയിലും 500 പേരിൽ നിന്നാണ്. തീർച്ചയായിട്ടും 100 പേരാണ് അതിൽ അഭിനയിച്ചത്. 100 പുതുമുഖങ്ങളെ, ഒരു ലോഡ് പുതുമുഖങ്ങളെ മലയാള സിനിമയ്ക്ക് സംഭാവന. തീർച്ചയായിട്ടും. ഇതിലെങ്ങനെയായിരുന്നു ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബായിൽ? എല്ലാ സിനിമയിലും പുതുതായിട്ട് 100 ആളുകൾ വരുന്നുണ്ട്. അത് ശരിക്കും സംഭവിക്കുന്നത്, ഞാൻ എപ്പോഴും ഏത് സ്ക്രിപ്റ്റും ചെയ്യുമ്പോൾ ഫസ്റ്റ് ശരിക്കും കുറച്ച് പേരെ വരുന്നുള്ളൂ. പക്ഷെ അത് എഴുതി ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് വരുന്നതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ചേട്ടൻ വളരെ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. സ്ത്രീകളെ എന്തിനടിസ്ഥാനത്തിൽ? അതല്ല, ഇതിൽ നിന്ന് ഒരു നായിക ചേട്ടൻ സെലക്ട് ചെയ്തേ പറ്റൂ. അല്ല, അത് പിന്നെ പിന്നെ അല്ല, അതിലോ പ്രശ്നമുണ്ട്. ഞാൻ പറയട്ടെ, അല്ല അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു നായകനെ തരച്ച് നിങ്ങൾക്ക് അറിയാലോ, എന്റെ സിനിമ എന്ന് പറയുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പിടിച്ചു പൊക്കണം, അതിലൊന്ന് എല്ലാ നായികമാരും പിടിച്ചു പൊക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് 45 കിലോ ആണ്, തല 44, ബാക്കിയെല്ലാ ഭാഗം കൂടെ 1 കിലോ, അങ്ങനെയാണ് 45. തലക്കാനം കൂടുതലാണ്. അപ്പൊ ഈ 45 കിലോ ഉള്ള ഞാൻ വളരെ തടിച്ചൊരു പെൺകുട്ടിയെ സെലക്ട് ചെയ്താൽ എന്താവും സ്ഥിതി? അപ്പൊ ഇതിൽ ആർക്കായിരിക്കും സെലക്ഷൻ? പക്ഷെ ഇതിൽ എല്ലാവരും ഒരേപോലെ ഒരേ ഭാരമുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എല്ലാവരും ഒരു 52 കിലോഗ്രാം ആരെയും നമുക്ക് പൊക്കാവുന്ന ലെവലൊക്കെ ഉള്ളൂ, മതി. അപ്പം രൂപം കൊണ്ട് ചേട്ടാ ഇപ്പൊ എല്ലാ സിനിമകളും 5 ലക്ഷം രൂപ വളരെ കുറഞ്ഞ ചെലവിലാണല്ലോ തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഏതാണ്ട് 2 പടവും ഹിറ്റാണ്. അപ്പൊ 4ാമത്തെ സിനിമയും 5 ലക്ഷം തന്നെയാണ്. അതെ. അപ്പൊ ഇതിനകത്ത് അഭിനയിക്കുന്ന നായികമാരുടെ ഡ്രസ്സ്, അവരുടെ പാവാടയൊക്കെ വളരെ ലെങ്ത് കുറവായിട്ടാണ് ചേട്ടൻ. അതെന്താണ് അതങ്ങനെ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ജനങ്ങൾ കണ്ടതാണ്. ഓക്കെ, അതിലെ കാര്യം ഇതാണ്. എടാ ചങ്ങാതി, ഈ കേരളത്തിലെ എന്തൊരു ഉഷ്ണമാണ്, ചിന്തിച്ചു നോക്ക്. ഈ ഇത്രയും ഉഷ്ണമുള്ള ഈ കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി മുഴുവൻ ഡ്രസ് ഇട്ട് അഭിനയിക്കുക? ഡ്രസ്സിന്റെ ഒക്കെ വില എന്താണ്? 5 ലക്ഷം രൂപയാണ് ചേട്ടൻ ഇതിൽ നിർത്തി. 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ അവസ്ഥ. ചേട്ടാ, ഈ ഉഷ്ണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നായകൻ ഫുൾ ടൈം സൂട്ടിലാണല്ലോ. കിട്ടി. ഞാൻ പറയട്ടെ, എനിക്ക് മുടിഞ്ഞ തോലിക്കട്ടിയാണല്ലോ, അതെല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഇത്രയും തോലിക്കട്ടില്ല, ഞാൻ ഫുൾ ഡ്രസ് ഇടുന്നു. കാരണം എന്നെ ഈ കേരളത്തിലെ ഉഷ്ണം എന്നെ ബാധിക്കുന്നില്ല. പക്ഷെ പാവം എന്റെ നായികമാർക്ക് ഉഷ്ണം കുറഞ്ഞോട്ടെ എന്ന് കരുതിട്ടാ, അല്ലാണ്ട് അവരെ ഗ്ലാമർ കാണിക്കാൻ. ഞാനൊരു കാര്യം വിചാരിക്കുന്ന ചേട്ടാ, ചേട്ടന്റെ ഒരു 4, 5ാമത്തെ 6ാമത്തെ സിനിമയൊക്കെ ആകുമ്പോ എന്താവും അവസ്ഥ നായികമാരുടെ? ചേട്ടാ തീരെ ഉഷ്ണം കുറയ്ക്കുക. ഒരു സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ ഒരു 100 ആളെ വെച്ച് ഞാൻ സിനിമ ചെയ്യുന്നു. ഈ 100 ആളെ കിട്ടാൻ ഒരു പ്രത്യേക ഏരിയയിൽ പോയിരുന്ന അവിടെ 100 ആളെ എനിക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു പെണ്ണിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേരളം മുഴുവൻ ഞാൻ തപ്പേണ്ടി വരും. ഓക്കെ, എന്റെ ഭാഗ്യത്തിന് ഒരു പരിധി വരെ എന്റെ ഈ സിനിമ ഇന്റർനെറ്റിൽ നല്ല ഹിറ്റ് ആയതുകൊണ്ട് എനിക്ക് പൊതുവിൽ ബുദ്ധിമുട്ടാറില്ല. കാരണം എല്ലാവർക്കും എന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യം. കാരണം അവർക്ക് പെട്ടെന്ന് 2 രീതിയിൽ ഹിറ്റ് കിട്ടും. ഒരു സ്ത്രീ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റിലും ഹിറ്റ് കിട്ടും, സിനിമയിലും ഹിറ്റ് കിട്ടും. അപ്പൊ കൂടുതൽ ആളുകൾ കാണുന്നതുകൊണ്ട് അവർക്ക് അവസരം കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം, അവർക്ക് 2 രീതിയിലുള്ള അവസരങ്ങൾ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാറില്ല. അപ്പൊ സ്ത്രീകളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ
അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. പുരുഷന്മാരിപ്പോ നിങ്ങൾ പറയാം എനിക്ക് വാവൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഉടനെ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യും. സോ നിങ്ങൾ ഔട്ട്. ചേട്ടൻ ഇപ്പോൾ മലയാള സിനിമയിൽ ചേട്ടൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വിചാരിക്കല്ലേ, ആണ് ഭാവി. ഇപ്പോ ഈ കേരളത്തിലെ കുറച്ച് ജനങ്ങൾ പറയുന്നത് ഈ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാർ ഇപ്പോൾ പുതിയ തലമുറയിലെ കുറേ ആൾക്കാർ വന്നപ്പോൾ ഇവർ മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ചേട്ടനെ പോലുള്ള പുതിയ തലമുറയിലെ ആൾക്കാർ ഈ മമ്മൂട്ടി, മോഹൻലാൽ നിന്നതുപോലെ 30 വർഷം ഇനിയും ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുമോ? ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് 30-40 വർഷം വരെ നിൽക്കും. ഷുവറാണോ? വീട്ടിലല്ല, സിനിമയിൽ. എന്റെ നായികമാർ എന്റെ കൂടെ അഭിനയിക്കാൻ റെഡിയാണെങ്കിൽ 40 അല്ല 50 വർഷം വരെയും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. സിനിമയായാൽ നായിക വേണമെന്നൊരു നിർബന്ധമുണ്ടോ ചേട്ടന്? നായിക ഇല്ലാതെയും ഒരു സിനിമ സാധ്യമല്ലേ? പക്ഷെ അതെ, ഞാൻ പറയട്ടെ, എന്റെ ഒരു കൺസെപ്റ്റ് ആണത്. ഇത് വേറൊരാളെ എന്നെ വെച്ചൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം, ഒരു നായിക ഇല്ലാതെ അയാളുടെ സിനിമ ഇല്ലെങ്കിൽ ഓക്കെ, ഒരു പാട്ടില്ലെങ്കിൽ ഓക്കെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഖ്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു ഫിലിം നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഇവിടെ അടൂർ സാറിന്റെ ഫിലിം, സിബി മലയാളി സാറിന്റെ ഫിലിം, അല്ലെങ്കിൽ ഷാജി കൈലാസ് സാറിന്റെ ഫിലിം, രഞ്ജിത്ത് സാറിന്റെ ഫിലിം, ഇങ്ങനെ പറയുന്ന പോലെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഫിലിം, അതെന്തോ ആവട്ടെ, അതിന് അതിൻ്റെതായിട്ടുള്ള ആരാധകരും അത് കാണുന്ന ആളുകളും. അപ്പോൾ ആ ഒരു ടിപ്പിക്കൽ സന്തോഷ് പണ്ഡിറ്റ് ഫിലിം വരണം. എക്സാമ്പിൾ ഇപ്പോൾ മിനിമോളുടെ അച്ഛൻ ഒരു നല്ലൊരു കുടുംബകഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ കുടുംബകഥയാണ് സംഭവിച്ചു. പക്ഷേ ആ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ഫുൾ പഞ്ച് ഡയലോഗ്സ്, 8 പാട്ട്, 8 നായികമാർ, ഇതെല്ലാം. ഞാനിപ്പോൾ 60 വയസ്സുള്ളവനായി വരുന്നു. 60 വയസ്സുള്ള ചങ്ങാതിക്കല്ല 8 നായികമാർ, തെറ്റിയിരിക്കരുത്. പക്ഷേ സന്തോഷ് ചേട്ടാ, ചേട്ടന്റെ ഒരു ലൈക്ക് വാട്ട് ഐ പേഴ്സണലി അണ്ടർസ്റ്റുഡ്, ചേട്ടൻ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്. താങ്ക് യു. യു ആർ ഡെഫിനറ്റ്ലി, യു എഡിറ്റ് യുവർ സെൽഫ്, യു സിംഗ്, യു ഡയറക്ട് എവറിഥിങ്. ഓക്കെ, ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്. അപ്പം ഹാവ് യു എവർ ഗിവൺ എ തോട്ട് ലൈക്ക് ഹീറോയിൻ ആയിട്ടും ഒരു ഡ്യുവൽ? അങ്ങനെയൊന്നും ചോദിക്കരുത്, വിഷമാവത്. അല്ല, അങ്ങനെ മീൻസ് ഐ ഫീൽ യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അതുകൊണ്ട് അപ്പം ചേട്ടൻ അങ്ങനെ നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു സിനിമയിൽ അതിന്റെ നിങ്ങൾ പറഞ്ഞോണം, നമ്മളിപ്പോ ഒന്നിനു വേണ്ടി ഒരു പരീക്ഷണം നടത്തരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കും. ബൈ ചാൻസിലാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ ഏത് പെൺകുട്ടിക്ക് ചെയ്യാം. ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ ആ പറയുമ്പോൾ അതെന്താ ക്യാരക്ടർ എന്നുള്ളത് നിങ്ങൾ പറയുന്നില്ല. സപ്പോസ് എൻ്റെ രാത്രി ശിവരാത്രി എന്താണ് സിറ്റുവേഷൻ? 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഒരുത്തൻ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുക, ഇതെന്താ ഈ കുഞ്ഞു കുട്ടികളൊപ്പം അഭിനയിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ സിനിമ ഉണ്ടോ? സിനിമയിൽ എന്താണ് 14 വയസ്സുള്ളൊരു പെൺകുട്ടി അഭിനയിക്കുക? ആ 64 വയസ്സുള്ള പെണ്ണിന് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെന്താ മനസ്സിലാക്കാത്ത? ആ സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു മോഡേൺ ലുക്കുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ കുട്ടിയെ എടുക്കാം, ഒരു ഗ്രാമീണ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ എടുക്കാം. ഇപ്പൊ രണ്ടിലിടയിലുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എടുക്കാം. മനസ്സിലായില്ലേ? ഒരു ആങ്കർ റോളാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ആ കുട്ടിയെ തരും. വീണ്ടും ലഡു പൊട്ടി. ഇനി പൊട്ടാൻ ലഡുല്ല. എല്ലാ കുട്ടിമാർക്കും മാല ഇട്ടു അല്ലേ? സന്തോഷ് ചേട്ടാ, പറയടാ. അപ്പോ സന്തോഷ് ചേട്ടന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് പറയൂ, ചേട്ടൻ എപ്പോഴെങ്കിലും പല പല നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട്, അനുഭവങ്ങളല്ല, ചേട്ടൻ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്യണമെന്നാണോ ചെയ്യിപ്പിക്കണമെന്നാണോ? അല്ല, ഈ സിനിമ ഇറങ്ങിയതിന് ശേഷവും. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവൻ ചോദിച്ച ഏത് അർത്ഥത്തിലായാലും തിരക്കേടില്ല. ഞാൻ അതിന്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം പറയാം. എനിക്ക് ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ആണോ? അത് എപ്പോഴാണെന്നറിയോ? ആ വീട്ടിൽ അച്ഛൻ ചെറുപ്പത്തിൽ ഒരുപാട് യാത്രകൾക്ക് കൊണ്ടുപോയിരുന്നു. അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം, ഇപ്പം നമ്മൾ താജ്മഹൽ മികച്ച ഒരു കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് കണ്ടിരിക്കണം. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആണെങ്കിൽ അത് കണ്ടിട്ട് പാർലമെന്റ് കാണിച്ചു തരും. കൽക്കത്ത, അങ്ങനെ എല്ലാ കാര്യം കാണിക്കും. അങ്ങോട്ട് പോയിട്ടുണ്ട്? യെസ്, പോയിട്ടുണ്ട്. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ, പക്ഷേ എനിക്കൊരു 18 വയസ്സായപ്പോഴേക്ക് അച്ഛൻ മരിച്ചു. അപ്പോഴും എനിക്ക് യാത്രയോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി യാത്ര. വീട്ടിലെ അമ്മയാണെങ്കിൽ അമ്മ തീർത്ഥയാത്രയെ ബന്ധപ്പെട്ടില്ലേ പോകുള്ളൂ. എനിക്കാണെങ്കിൽ ഗാന്ധിജിയുടെ ചില ഫിലോസഫി വായിച്ചിട്ട് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കൂടുതൽ ഗ്രാമങ്ങളിലേക്കാണ് പോകും. അപ്പം അമ്മയ്ക്കാണെങ്കിൽ തീർത്ഥാടനത്തിനാണെങ്കിൽ വരും, ഗ്രാമത്തിൽ അമ്മ അങ്ങനെ വരില്ല. അങ്ങനെ ഞാൻ ചോദിച്ചാൽ ബീഹാറിൽ ഒരു പ്രാവശ്യം പോയി. ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ ബീഹാറിലെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ ആളുകളെ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ ട്രെയിനിൽ നിന്ന് പോലും ആക്രമിക്കുന്ന സീൻസും, ട്രെയിനിൽ ഞാൻ സഞ്ചരിച്ച ചില ട്രെയിനിലൊന്നും ലൈറ്റോ വെളിച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും വളരെ ജനറലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സഞ്ചരിക്കാറുള്ളത്. അങ്ങനെയാണ് പോരുന്നത്. അങ്ങനെ ഞാൻ അവിടെ കണ്ട പല സീൻസ് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പറയാൻ പ്രയാസമുണ്ട്. അത്രയും ദയനീയമായ സീൻസ് കണ്ടു. റാഞ്ചിയിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്രക്കിടയിലൊക്കെ ഞാൻ കണ്ട സീൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും. പക്ഷേ ഞാൻ സഞ്ചരിച്ചത് ഏറ്റവും റിമോട്ട്, ബീഹാറിലെ ഏറ്റവും റിമോട്ട് കേന്ദ്രമാണ് കേട്ടോ, അല്ലാണ്ട് റാഞ്ചിയിലേക്ക്. ആ യാത്രയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് മാറിയിട്ട് അടുത്ത ട്രെയിൻ ഞാൻ അങ്ങോട്ട് മാറി തിരിച്ചു വന്നു. ഞാൻ ഒരു ഒറ്റ യാത്ര ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്താൽ പോയല്ലോ. ബീഹാർ പര്യടനം മാത്രമാണ്. ഈ ഓണത്തിന് വിഷുവിനൊക്കെ ഞാൻ അങ്ങനെ പോയത്. പക്ഷെ ആ സീൻസ് തുടർച്ചയായി കണ്ടിട്ട് എനിക്ക് തോന്നിയിരുന്നു ഒന്നുകിൽ ആത്മഹത്യ ചെയ്യാൻ, അല്ലെങ്കിൽ വല്ലയിടത്തും പോയിട്ട് വല്ല ഗുഹയിൽ തപസ്സിരിക്കാൻ തോന്നി. വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ ഇത്രയും വേദനിച്ച് ജീവിക്കുമ്പോൾ
അപ്പോൾ എന്നെ പോലത്തെ ആളുകൾ, ഞാനൊക്കെ എല്ലാ ഫെസിലിറ്റിയിലും ഫുൾ സെറ്റപ്പിൽ എന്നെ അച്ഛനും അമ്മയും വളർത്തിയതാണ്. എന്നാൽ നമ്മൾ ഇത്രയും സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊന്നും വിലയില്ലാതിരിക്കുമ്പോൾ ബാക്കിയുള്ള നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾ 3 നേരം ഭക്ഷണം പോയിട്ട് എൻ്റെ അടുത്ത ഒരാൾ സാർ ഒരു 5 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാ ഭക്ഷണത്തിന് അല്ല എന്തെങ്കിലും വാങ്ങി കഴിക്കാനുള്ളൂ. ഞാൻ അവനെ ഭക്ഷണം അവിടെ ഒരു ബഡാപ്പം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ ബഡാപ്പം വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അവൻ്റെ മുഖത്തൊരു ഇത് വന്നില്ല. ഞാൻ പിന്നെ എത്ര വേണമെങ്കിലും കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇത്രയും കഴിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താടാ ഇങ്ങനെ കഴിക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സന്തോഷ് സാറല്ല സാറേ എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അവൻ സത്യമാണ് പറഞ്ഞത്. കാരണം എൻ്റെ മുന്നിൽ അവൻ അത്രയും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ സീന് കണ്ടപ്പോഴാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത്. ഞാൻ രണ്ടും ചെയ്തില്ല, ഞാൻ തിരിച്ചു വരികയാണ് ചെയ്ത്. പിന്നെ ബീഹാറിലേക്ക് ഞാൻ അല്ലേടാ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ചേട്ടൻ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരന് ഭക്ഷണം കിട്ടുമായിരുന്നു? പുള്ളിക്കാരൻ്റെ ഭക്ഷണത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, പുള്ളിക്കാരന്റെ ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു. ചേട്ടൻ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലുള്ള 2 ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ കിട്ടുമായിരുന്നു. ഞാൻ അവൻ അവരുടെ കാര്യത്തിലാണ് പോയത്. വികാരം എന്താണ്? ബാലരമ വെച്ചിട്ടായിരിക്കും. നമുക്കിപ്പം ഏത് പാട്ടാണ് പാടിത്തരാൻ പോകുന്നത്? കുട്ടികൾ കാണുന്നുണ്ട്, മുതിർന്നവർ കാണുന്നുണ്ട്, ഏത് പാട്ടാണ്? ഭക്തന്മാര് കാണുന്നുണ്ട്. അല്ലെ എനിക്ക് പാട്ടിന് മുമ്പ് ഒരു ചെറിയ ഡൗട്ടും കൂടെ ഉണ്ട്. അല്ല, ചേട്ടന് ഇപ്പം ഇപ്പൊ ലവ് സോങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ചേട്ടൻ്റെ ഒരു ലവ് സോങ് ഭയങ്കര ഹിറ്റും ആയതാണ്. അപ്പം ചേട്ടന്റെ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു ലവ് കോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെയാണ് ഇപ്പൊ എക്സ്പെക്ട് ചെയ്തത്? ചേട്ടന്റെ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഇനി ലൈഫിൽ വരാൻ പോകുന്ന പെൺകുട്ടി ചാൻസ് വേണമെങ്കിൽ അത് നേരിട്ട് ചോദിച്ചാൽ പോരെ, അതിന് ഇങ്ങനെ വളച്ചൊടിച്ചൊക്കെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ചേട്ടന്റെ ഒരു ഐഡിയൽ ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് തരാമോ? ഞാൻ പറയട്ടെ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എത്ര പേരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? അതല്ല, എത്ര പേര് ചേട്ടനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ ഞാൻ എല്ലാത്തിനും ഉത്തരം തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ തൊട്ട് എല്ലാവരും ഭയങ്കര പ്രേമമായിരുന്നു. പക്ഷെ ആരും എന്നെ കൂടെ പ്രേമിച്ചില്ല, അതുകൊണ്ടൊന്നും നടന്നില്ല, ഒക്കെ ചീറ്റിപ്പോയി. പക്ഷേ പ്രേമിക്കുന്ന പല മഹാന്മാരോട് ഞാൻ ചോദിക്കുന്നത്, എടാ നീ എന്തിനാടാ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പം പറയും സന്തോഷം ആ കുട്ടി ഭയങ്കര ഫിഗറാ. ഓക്കെ, ചില പെൺകുട്ടികൾ പറയും അവനെ അച്ഛൻ മരിച്ചു, ഇനി ഒരു ജോലിയൊക്കെ കിട്ടാണ്ട്. അപ്പം ഞാൻ ഈ പെൺകുട്ടിക്ക് ഫിഗർ കൂടിയെന്നാണ് ഞാൻ വിചാരിക്കും. ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഫിഗർ കുറഞ്ഞ ഇവൻ അതിന് ഒഴിവാക്കും, ഡൈവേഴ്സ് ചെയ്യും. ഫിഗറിനാണല്ലോ ഇഷ്ടപ്പെട്ടത്, ജോലി അവനെ കിട്ടും. അപ്പം ഞാൻ വിചാരിക്കും ക്യാമ്പസ് സെലക്ഷൻ എങ്ങനെ അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ ഇവൾ അവനെ ഒഴിവാക്കും. സ്നേഹം, ഇതാണ് സ്നേഹം. അപ്പം ചിലർ പറയും ഭയങ്കര ബ്രില്യൻ്റ്. അപ്പം എനിക്ക് ബ്രില്യൻസിൽ ശേഷം അടുത്ത ഡിഗ്രിയിൽ മോശമായി ഇവളെ ഒഴിവാക്കും. ഇങ്ങനെ എന്തിനും ഒരു ഉത്തരമുണ്ട്. ഞാൻ പറയുന്നു ഇതൊന്നും അല്ല സ്നേഹം, എൻ്റെ കൺസെപ്റ്റാണ്. എന്തിനൊരാളെ സ്നേഹിക്കുന്നു അറിയില്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്, അതാണ് സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഒരു സമുദ്രത്തിൽ കിടക്കുന്ന ഒരു പുഴയിൽ കിടക്കുന്ന ഒരു മീനാന്ന് വിചാരിച്ചു. ആ മീനിനെ നമ്മൾ ഇങ്ങോട്ട് പുറത്തിട്ടു. ആ സമയത്ത് ആ മീൻ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട്. ഇതേപോലെ ആയിരിക്കണം ഒരു കാമുകനോ കാമുകയോ നമുക്ക് കാണാതിരിക്കുമ്പോൾ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാതിരിക്കും, ഭർത്താവിനെ ഭാര്യ കാണാതിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത്രയും നാള് കേട്ടതില് ഏറ്റവും ഒരു പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു ഇപ്പം പറഞ്ഞത്. ചേട്ടാ ഞാൻ ചോദിച്ചോട്ടെ. അല്ല ഓക്കെ, ഞാൻ അത് കംപ്ലീറ്റ് ആയില്ല. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. അതായത് ആ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ആ മീനിന് ഒരിക്കലും മനസ്സിലായിരുന്നില്ല വെള്ളമാണ് എൻ്റെ ജീവനം നടക്കുന്നത്. അതേപോലെ നമ്മൾ ഒരിക്കലും കാമുകി നമ്മളെ കൂടി ഉണ്ടാവും, അപ്പോൾ ഭാര്യ ഭർത്താവ് കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ സ്നേഹം ശരിക്കും തിരിച്ചറിയുന്നില്ല. വിരഹമുള്ള സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രേമത്തെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം. ആ വെള്ളമില്ലാതായപ്പോഴാണ് ആ മീനിനെ മനസ്സിലായത് എനിക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇതേപോലെ അവരുടെ സ്നേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരുത്തനോ പറഞ്ഞാൽ അവരുടെ സ്നേഹത്തിന്. ചേട്ടന് ഇത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, വെള്ളമില്ലാത്തൊരവസ്ഥ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? സന്തോഷ് ചേട്ടന് ഇനി സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം നമ്മുടെ പ്രേക്ഷകർ. ഈ രാത്രി ശിവരാത്രി എന്ന സോങ് കൃഷ്ണൻ്റെ അതിൽ നല്ല ഹിറ്റായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് രണ്ടാമത്തെ സോങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ഫോൺ കോൾസ് വന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, സന്തോഷമായിട്ട് രാത്രി ശിവരാത്രി പോലത്തെ ഒരു പാട്ട്, എനിക്കിത് കേട്ടിട്ട് അടുത്ത് എല്ലാവരും ഇങ്ങനെ വിളിക്കും, ആ സോങ്ങാണ് എല്ലാവരും ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു മോളെ അതുപോലത്തെ ഒരു സോങ് കാരണം മോക്ക് ആ പാട്ട് ഒന്നുകൂടെ കേട്ടപ്പോൾ ഞാൻ പാവം വെറുതെ രണ്ടാമത് എഴുതിണ്ടാക്കണം. കാരണം ഞാൻ പറഞ്ഞ ഏത് ഒന്ന് പോലത്തെ ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, ഒരു കല്ല് പോലത്തെ ഒരു കല്ലേ ഉള്ളൂ, ഒരു ഇല പോലത്തെ ഒരു ഇലയേ ഉള്ളൂ, ഒരു തമ്പ് പോലത്തെ ഒരു തമ്പേ ഉള്ളൂ. സോ രാത്രി ശിവരാത്രി പോലത്തെ ഒരു സോങ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു സന്തോഷേട്ടൻ ഞാൻ ഉദ്ദേശിച്ചാൽ അനുഭൂതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സന്തോഷേട്ടൻ അത് പാടാൻ എന്തോ ഹൃദയത്തിൽ നിന്ന് പാടുന്ന പോലെ തോന്നിയത്ര എന്നെ ഒന്ന് പറഞ്ഞതാവും, എന്നാലും കുഴപ്പമില്ല. അവനോട് പറഞ്ഞു ആ ഒരു അനുഭൂതി സന്തോഷേട്ടൻ ആ രാത്രി ശുഭരാത്രിക്ക് തോന്നുന്നൊരു അനുഭൂതിയുണ്ട് ആ പാട്ടിൻ്റെ ലിറിക്സിനെക്കാട്ടും മ്യൂസിക്കിനെക്കാട്ടും. അതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ എഴുതിയ പാട്ടാണത്. അനുഭൂതി മാത്രം മുന്നിൽ വെച്ച് ഞാൻ ചെയ്തോളാം. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ
വിരഹ ദുഃഖം തീർക്കില്ല കാമിനി കാമിനി. എൻ മനസ്സിൽ കഥകൊന്ന് ആ കഥകിൽ നീ മാത്രം, എൻ ഹൃദയത്തിൽ മിടിപ്പൊന്ന് ആ മിടിപ്പിൽ നീ മാത്രം. നൊന്ത് നൊന്ത് നെയ്തെടുത്ത സ്വപ്നങ്ങൾ നീയല്ലേ, ഊതി ഊതി കാച്ചിയ മാണിക്യം നീയല്ലേ കാമിനി കാമിനി. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. സന്തോഷം. നമ്മുടെ പ്രേക്ഷകരെ ഈ പാട്ട് കേട്ടപ്പോ പക്ഷേ എനിക്കൊരു ചെറിയ ചോദ്യം, ശരിക്കും ഇത് രാത്രി ശിവരാത്രിയുടെ ഫീൽ കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇത് നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ മനസ്സിലായി. കുറച്ച് സമയം എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. സന്തോഷം. നേരത്തെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യമാണ് ഈ 5 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ. നമ്മുടെ കുറച്ച് പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യം കൂടി ആയിരിക്കും. എങ്ങനെയാണ് ഈ 5 ലക്ഷത്തിൽ ഒരു സിനിമ വളരെ ചുരുക്കിയ ബഡ്ജറ്റിൽ നിർത്താൻ സാധിക്കുന്നത്? A to Z ആ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ ഈ ചെറിയൊരു എമൗണ്ടിൽ സിനിമ പിടിക്കാൻ എങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങേണ്ടത്? സാധാരണക്കാരനെ ഞാൻ പറഞ്ഞത് 5 ലക്ഷത്തിൽ എങ്ങനെ നിർത്താം? എങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങി അവസാനിപ്പിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ എല്ലാം വളരെ സിമ്പിൾ ആണെന്ന് ആദ്യം മനസ്സിലാക്കാം. അത് വളരെ ടഫാന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ തന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാര്യം ഇങ്ങനെയാണ്, ഒരു സിനിമ ഫസ്റ്റ് തുടങ്ങേണ്ടത്, നിങ്ങൾ എന്നെപ്പോലെ എല്ലാ പണിയും നിങ്ങളല്ല ചെയ്യുന്നെങ്കിൽ ഒരു സംവിധായകൻ ഫസ്റ്റ് ഒരു അപ്രോച്ച് ചെയ്യുന്നു. ഈ സംവിധായകൻ എന്നിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. നല്ല സ്ക്രിപ്റ്റ് ഇല്ലാതൊന്നും ശരിയല്ല. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വേണം. ആ നല്ല സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇപ്പം ഞാനൊക്കെ ചിന്തിച്ചാൽ 5 ഡയലോഗ്സ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എനിക്കൊരു സംവിധായകൻ്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം തന്നെ നല്ല 5 ഡയലോഗ്സ് ഉള്ള, അത് എൻ്റെ കൺസെപ്റ്റ്. എനിവേ 5 ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 5 ഡയലോഗ്സും ഇതൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ സ്ക്രിപ്റ്റ് എഴുതിയാൽ അറിയാം എത്ര പാട്ട് വേണം. എനിക്ക് പിന്നെ 8 ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ആ 8 പാട്ട് എഴുതുന്നു. പാട്ട് എഴുതാൻ വളരെ എളുപ്പമാണ്, വലിയ സംഭവമൊന്നുമല്ല. പാട്ട് എഴുതുമ്പോൾ നമുക്ക് വേണ്ട ലേശൊരു ഭാവന. പിന്നെ നമ്മൾ ചെയ്താൽ ഇപ്പം ഞാൻ എങ്ങനെ എഴുതുന്ന വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഭക്തിഗാനം എഴുതുന്നെങ്കിൽ നമുക്കൊരു ഭക്തൻ്റെ മനസ്സ് വേണം. നിങ്ങൾ പ്രേമഗാനം എഴുതുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കാമുകൻ്റെ മനസ്സ് വേണം. നിങ്ങൾ കാമുകൻ ആവണ്ട, എന്നാൽ അതേപോലെ. അപ്പോൾ നിങ്ങളൊരു ഫിലോസഫിക്കൽ സോങ് എഴുതുമ്പോൾ നിങ്ങൾക്കത് ഒരു ഫിലോസഫറുടെ മൈൻഡ് വേണം. ദാറ്റ് ഈസ് വെരി സിമ്പിളാണ്. അത് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആകെ പുല്ലാങ്കുഴൽ മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുല്ലാങ്കുഴലിൽ വെച്ചിട്ട് മറ്റുള്ള ഫ്ലൂട്ടാണ് പ്രധാനം. ചേട്ടാ ഞാൻ ഇപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇത് കഴിഞ്ഞ അപ്പോൾ അടുത്ത പ്രോസസ്സ് ഓഡിയോ റിലീസാണ്. ദാറ്റ് ഈസ് ഇത് അപ്പം പറ്റുന്ന ആളെ വെച്ച് പാടിക്കുന്നു. എൻ്റെ കേസിൽ ഞാനും കുറച്ച് ആളുകൾ വെച്ച് പാടുന്നു. ഈ ഓഡിയോ വന്നു. അപ്പോൾ ഈ ഓഡിയോ ഇല്ലാതെ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സോങ് നമുക്ക് ലിപ്പിൽ വരുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സംവിധാനം വളരെ എളുപ്പമാണ്. സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് 2-3 തരത്തിലുള്ള ഷോർട്സിനെ പറ്റി ഒരു ബോധം ഉണ്ടായാൽ മതി. വൈഡ്, മിഡ്, അതേപോലെ തന്നെ ക്ലോസ് ഷോട്ട്, സജഷൻ ഷോട്ട്. ഇതിനെപ്പറ്റി ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ചോദിച്ചാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ അത് മൊത്തം ഏതുതരം ഷോട്ടാണെന്ന് ഇങ്ങനെ എഴുതി വെക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശരിക്കും ഇന്ന വൈഡ് ഇങ്ങനെ വന്നു, അവിടെ നിന്ന് വന്നു. പിന്നെ ഒരു ചില കണക്കുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പണക്കാരൻ്റെ വീടാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ കുറേ കൂടെ വൈൽഡ് ഷോട്ട് യൂസ് ചെയ്യണം. കാരണം അത് പ്രേക്ഷകരിൽ അയാളുടെ റിച്ച്നെസ് ഫീൽ ചെയ്യിക്കാൻ ഉപകരിക്കും. നിങ്ങളൊരു പാവപ്പെട്ടവൻ്റെ ജീവിതമാണ്, നിങ്ങൾ വളരെ ടൈറ്റ് ഷോട്ട് വെക്കണം. അതായത് ക്യാമറയിലൂടെ നമ്മൾ ആ കഥ രചിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പിച്ചക്കാരനൊക്കെ ആണെങ്കിൽ കുറച്ചും ടൈറ്റ് ഷോട്ടാണ് വേണ്ടത്. അങ്ങനെ വേണ്ട. കാരണം അവർക്ക് തോന്നേണ്ടത് പക്ഷേ ഒരു പണക്കാരനൊക്കെയാണ് അയാൾ കാറിലൊക്കെ വരുന്നത് നിങ്ങൾ കുറച്ച് വൈഡിൽ ഇങ്ങനെ എടുക്കണം. വൈഡിൽ ഇങ്ങനെ വന്നിട്ട് അയാൾ കാറൊക്കെ തുറന്ന് അങ്ങനെ വരണം. അപ്പോൾ അതിൻ്റെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യും. ഇതാണ് സംവിധാനം വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ എഡിറ്റിംഗ്, ഇത് വളരെ എളുപ്പമാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എഡിറ്റിംഗ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എഡിറ്റിംഗ്. പിന്നെ ഓക്കെ, എഡിറ്റിംഗ് ഞാൻ FCP പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ എഡിറ്റിംഗ് വരെയായി. പിന്നെ ഡബ്ബിങ് എളുപ്പമാണ്. അപ്പോൾ വരുന്ന പുതിയ ആളുകളെ കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ഡബ് ചെയ്യിക്കാറുള്ളത്. കാരണം അവർക്കും ഐഡിയ വേണമല്ലോ. കുറച്ച് അത് 1-2 പ്രാവശ്യം ചെയ്ത് പഠിക്കാനല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എളുപ്പമാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കാർഡ്, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സമീപിക്കുന്നു. അപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എടുക്കുന്നു, അവർ തിയേറ്ററിൽ നിന്ന് ഡേറ്റ് വാങ്ങിക്കുന്നു, ചെയ്യുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ശരിക്കും ഇതിലെ ഫസ്റ്റ് പിന്നെ തിയേറ്ററിൽ ജനങ്ങളാണ് നിങ്ങളുടെ സിനിമ ഹിറ്റാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരു വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പുതുതായിട്ട് സിനിമ ചെയ്യുന്ന ആൾ ഈ ഭൂമിയിലെ ഏത് നടനെ വെച്ച് എന്നെ വെച്ചിട്ടാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ചെല്ലേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ എടുത്താണ്. ഞാൻ പറഞ്ഞതേ. കാരണം നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് എത്ര ആയിക്കോട്ടെ, 10 രൂപയായാലും 10 രൂപ ആ ചിലവാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ പറയാം എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാതെ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ 4 ഓഫീസൊക്കെ ഇട്ട് ചെയ്യണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, സാധാരണ മനുഷ്യന്മാർക്ക് നടക്കുന്നതല്ല. ഇതാണ് സംഭവം. ഇനി മാർക്കറ്റിംഗ് സാധനം ഇതിൽ 1 കോടി 1.5 കോടി ഇപ്പോൾ ആവുന്നുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഒരു പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രം കണ്ടുപിടിച്ചാണ്. ഇൻ്റർനെറ്റ് മൊത്തം ഫ്രീ ആണ്. അവിടെ സോങ് കൊണ്ടിടുക,
സോങ്ങിന് ക്വാളിറ്റി ഉണ്ട്, ജനങ്ങൾ കാണും. അങ്ങനെ ജനങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പരസ്യം ഇടുക. നിങ്ങൾ എൻ്റെതൊക്കെ നോക്കി തരാൻ പറ്റും, ഒക്കെ മൊത്തം പരസ്യമാണ്. അപ്പോൾ ഒരു പരസ്യത്തിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് അത് അടുത്ത ബിസിനസ് ഉണ്ടാക്കുക. അപ്പോൾ ജനങ്ങൾ കാണുകയും ചെയ്യും, നമുക്കൊരു ക്ലിക്കിന് ചില്ലറ പൈസ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ജനങ്ങൾ വല്ലാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. പിന്നെ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ യൂസ് ചെയ്യുക. സാർ ഒരു കാര്യം മനസ്സിലാക്കണം സാർ. നിങ്ങളിപ്പോൾ എൻ്റെ എല്ലാ പടങ്ങളും കണ്ടോളൂ, എല്ലാ 8ന്റെ കളിയാണ് നിങ്ങൾ കണ്ടോളൂ വിചാരിക്കുന്നു. ഒരു ഡയലോഗ് ഞാൻ പറയാം. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാവില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ട് കാണാമെന്നല്ല കണ്ടിരിക്കുമെന്ന് പറയണം. ജിത്തു ഭായിക്ക് ഒന്നും നിസ്സാരമല്ല. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ല എന്താ ഈ പറയുന്നത്? ഞാൻ ആ ഡയലോഗ് പറഞ്ഞുതരാം, കേക്ക്, കണ്ട് പഠിക്ക്. ഇനിയുള്ള സ്റ്റേജിലേക്ക് ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ. അത് ശരി. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചങ്കുറ്റ് ചങ്കുറപ്പം വേണം, അവനെ മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടിത്തുന്ന താരാട്ട് പാട്ടിന്റെ ഹാങ് ഓവർ മാറാൻ ജീവിക്കുന്ന നിന്നെയൊന്നും ആണായി കണക്കാക്കാൻ പറ്റില്ല. ആകാശത്തൂടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണി പാളും. മിക്കവാറും പണി പാളും. അതുകൊണ്ട് ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അതാണ് നല്ലത്. സെന്തിൽ പറഞ്ഞ പോലെ 8ന്റെ പണി പൊതുവെ എല്ലാവർക്കും 8ന്റെ പണിയാണ് കിട്ടാറ്. ചേട്ടൻ 8 കൊണ്ട് വിജയം കൊയ്യുന്ന ഒരാളാണ്. എന്താണ് ഇതിന്റെ രഹസ്യം? നമ്മുടെ പ്രേക്ഷകർ അറിയാൻ. ഞാൻ ജനിച്ചിരിക്കുന്ന 8-ാം തീയതിയാണ്. അപ്പോൾ ഈ 8 എന്ന് പറയുന്നത് നമ്മൾ ഏത് ദിവസം ജനിച്ചോ അത് ആ ദിവസം സംഖ്യാശാസ്ത്ര പ്രകാരം, അക്കോർഡിംഗ് ടു ദ സംഖ്യാശാസ്ത്രം, ആ ദിവസം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തും 8. ഇപ്പം ഞാൻ കാറ് വാങ്ങിക്കുകയാണെങ്കിൽ 8, ബസ് വാങ്ങിക്കുകയാണെങ്കിൽ 8, വീട് എടുക്കുകയാണെങ്കിൽ 8, കല്യാണം കഴിക്കുകയാണെങ്കിൽ 8. അയ്യോ, അപ്പൊ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് 8 ആയിരിക്കുമോ? അയ്യോ, ഇന്നത്തെ പെട്രോൾ ഡീസൽ അരിന്റെ ഒക്കെ വില വെച്ച് നോക്കുമ്പേടാ നിനക്കെന്നെ കുത്തുവാളെടുത്ത് കാണണോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ല. അപ്പൊ കല്യാണം ഒഴിച്ച് എല്ലാം 8. ചേട്ടന് വീടുകൾ 8 ഉണ്ടോ ഇതുവരെ? ഇല്ല. എനിക്ക് 3 വീടുണ്ടായിരുന്നു. ഒന്ന് വിട്ടു. വീടാണോ ഉദ്ദേശിച്ചത്? ഈശ്വരാ, ചേട്ടാ പടം എടുക്കുന്നതിന് വേണ്ടിട്ട് ആദ്യത്തെ സിനിമ എടുത്തപ്പോഴത്തേക്ക് വീടിനൊരു മാറ്റം വരുത്തണം. കുഞ്ഞ് ആദ്യത്തെ സിനിമ എടുത്തപ്പോഴേ ഒരു വീട് വിറ്റു എന്ന് പറഞ്ഞു. അതെ, അതുപോലെ ഇപ്പൊ 3 സിനിമ കഴിഞ്ഞു. എന്താ സ്ഥിതി? തീർച്ചയായിട്ടും 2 വീട് ബാക്കിയുണ്ട്. പുതിയ വീടിനെ പറ്റിയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഫ്ലാറ്റ് എന്തെങ്കിലും എടുക്കാം. കാരണം ഇപ്പൊ ചെന്നൈയിൽ കൂടുതലായിട്ട് പോകേണ്ടി വരുന്നു. അപ്പൊ ഞാനിപ്പോ ചെന്നൈയിൽ ഫ്ലാറ്റിനെ പറ്റി ചിന്തിക്കുന്നു. കേരളക്കാർക്ക് സങ്കടമാകത്തില്ലേ ചേട്ടൻ അവിടെ പോയി സെറ്റിൽ ആയാ? ഇവിടെ ചേട്ടൻ ഫാൻസിനല്ല ഒരുപാട്, കാരണം ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുന്നു. ഇത് ജിത്തുബായിലെ കോട്ടാണോ സന്തോഷേ? സാധാരണ കറുത്ത കോട്ടിലാണല്ലോ കാണാറുള്ളത്. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഒരു നന്നായിട്ടുണ്ട്, വളരെ ഗംഭീരം. 22 കോട്ടുണ്ട്. 22 ഉണ്ടാ? 22 കോട്ടോ? സംഭവം ഒരു രഹസ്യമാണ്, നിങ്ങളായിട്ട് ആരോട് പറയാതിരുന്നാ മതി. ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു ഷർട്ട് ഇട്ടാണ് വന്നതെന്ന് വിചാരിച്ചോ, അതിപ്പോ വലിയ സംഭവം ഒന്നല്ല, ആരും നോട്ടിയില്ല. പക്ഷേ ഈ കോട്ടിട്ട് വരുമ്പോ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇയാൾ വെറുതെ കോട്ടിട്ട് വരുന്നത്, എന്റെ വിമർശകർ അവന് ഭ്രാന്താണ് കണ്ടോ കോട്ടിടുന്നു. പക്ഷേ പിള്ളേർ പറയട്ടെ, പക്ഷേ ലേശം 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവും ചങ്ങാതിന്റെ കയ്യിൽ കുറെ കോട്ടുണ്ട്. ഞാൻ പണ്ടേ ഈ കോട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ചങ്ങാതിയാണ്. ഒരു കോട്ട് വിറ്റ് വാടകയ്ക്ക് പോയ 500 രൂപ കിട്ടും. കൃഷ്ണൻ രാതിൽ ഉപയോഗിച്ച കോട്ട് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി ഉപയോഗിക്കുന്നത്? 1500 രൂപ വരെ കിട്ടും. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ 1500. അപ്പൊ ഒരു വേള നമ്മൾ സിനിമയിൽ നിന്ന് ഔട്ടായാലും ഈ കോട്ട് വിറ്റിട്ടെങ്കിലും ജീവിച്ചു പോകണ്ടേ? മലയാളക്കരയിലെ സ്ത്രീ ആരാധകർക്ക് സന്തോഷിന്റെ കണ്ണിനോട് ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൂളിംഗ് ഗ്ലാസ് നേത്രങ്ങൾ കണ്ടിട്ട് പുളകിതരാവാൻ പറ്റും. ആ നഗ്ന നേത്രങ്ങൾ പേടിപ്പിക്കണം. പച്ചയായ സന്തോഷ് പണ്ഡിറ്റ് അല്ലേ ചേട്ടാ? പലരും പറയും എന്റെ ചിരി എന്തോ സംഭവം വന്നിട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഈ ചിരി എന്ന് പറയുമ്പോ അത് ഏതർത്ഥത്തിൽ ആൾക്കാർ എടുക്കുന്നില്ല. കാരണം ചിരി കൊലച്ചിരി, ആക്കിയ ചിരി, നിഷ്കളങ്കമായ ചിരി. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള എന്റെ ചിരി ഏത് ഗണത്തിൽ പെടുന്നു? ഇതല്ല ചേട്ടാ ഇപ്പം ഓരോ കൊലച്ചിരി എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഉണ്ടാവും. സന്തോഷ് പണ്ഡിറ്റിന്റെ ചിരി ഒരാൾക്കല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? സന്തോഷ് എന്തോ ആയിക്കോട്ടെ, സന്തോഷിന്റെ പാട്ടുകളും സിനിമകളും ഇപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്കും അതുപോലെ സന്തോഷം പാടിയതുപോലെ നമുക്കും അഭിമാനത്തോടെ പറയാം, നമുക്കും ഒരു ഗായകനുണ്ട് നമ്മളിലും. വരുൺ ചേത്തിയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം വളരെ മനോഹരമായി പാടുന്ന ആളാണ്. വരുണിന്റെ ഒരു ഗാനം നമുക്ക് കേൾക്കാം.
നിറയുമോരുടയാടയിൽ മറയുവതു നിൻ മെയ്യഴകുമായി കനവിലിന്നൊരു കനിവുമില്ലാതിനിയ മുറിവു തന്നു നീ നിറയൂ ജീവനിൽ നീ നിറയൂ അണയൂ വിജനവീതിയിലണയൂ അവളിൻ നെഞ്ചിൻ നിസ്വനം അവളീ മണ്ണിൻ വിസ്മയം കുളിരുന്നുണ്ടി തീ നാളം. സന്തോഷ് ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ സിംഹക്കുട്ടിയുടെ സോങ്? അടിപൊളി അടിപൊളി. അപ്പൊ നെക്സ്റ്റ് ഫിലിമില് 8 സോങ്ങുകളിൽ ഒരു സോങ് സമയമുണ്ടല്ലോ, ആലോചിക്കാം. അപ്പൊ ഈ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് ഒരു ചെറിയ ഗെയിം സെഗ്മെന്റും ഗെയിം പരിപാടിയായിട്ടൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ ഗെയിം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. അതിവിടെ മാറ്റി ഈ സുന്ദരിമാർ സുന്ദരന് പൊട്ടുതൊടുത്ത ഒരു പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ തന്നെയാണല്ലോ സുന്ദരൻ. ആ ഓക്കെ ഓക്കെ. കാരണം നിങ്ങളൊക്കെ കണ്ട ഭയങ്കര കൺഫ്യൂഷൻ. അല്ല, നമ്മൾ സുന്ദരനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് വിരൂപനെ അടുത്തിരുത്തിയിരിക്കുന്നത്. താങ്ക് യു താങ്ക് യു. വളരെ പെട്ടെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് കൂടെ മനസ്സിലാൻ വേണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാം നമ്മുടെ ഗെയിമിലേക്ക്. സന്തോഷം ചേട്ടാ, ഓ റെഡിയാണ്? ഞാൻ എപ്പോഴേ റെഡി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്രിസ്റ്റിയെ ഇങ്ങോട്ട് നിർത്താം. ബാ. അപ്പൊ നമ്മുടെ ക്രിസ്റ്റി കുട്ടി ഒന്ന് കറക്കി വിടാൻ. കറങ്ങിക്കോ ക്രിസ്റ്റി. 1 2 3 ഇനി തിരിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കോ. ക്രിസ്റ്റി നിക്കാം. മതി. ഇനി അടുത്തയാള് ക്രിസ്റ്റി ഒരു നല്ല ട്രൈ നടത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. കൃഷ്ണപ്രിയ രംഗത്തിറക്കിക്കോളൂ. വരൂ നായിക വരൂ. കടന്നു വരൂ. അപ്പോ രണ്ടാമത്തെ, അതായത് ഇവർക്കുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ് കറക്റ്റ് ആയിട്ട് സിന്ദൂരം തൊടാൻ പോകുന്നത് അവരെ സന്തോഷ് ചേട്ടന്റെ അടുത്ത സിനിമയിൽ നായികയാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തല കുരിച്ചു കൊടുത്തു. ഹലോ, ആരുടെ മുന്നിലും തല കുനിക്കാത്ത ഒരാളായിരുന്നു കൃഷ്ണപ്രിയയുടെ മുന്നിൽ തല കുനിച്ചു. ഇനി അടുത്ത ദീപ്തിയെ പിടിച്ച് രംഗത്തിറക്കിക്കോളൂ. കണ്ണി കുത്തി പാവത്തിന്റെ ആംബുലൻസ് വിളിക്കൂ. ഇനിയും ബാക്കിയുള്ളത് നമ്മുടെ നൂഡിൽസ് കുഞ്ഞാണ്. വരട്ടെ ശ്രീജ, വരട്ടെ. ക്യാമറാമാൻ അതോ? അയ്യോ, ലെഫ്റ്റ് ശ്രീയ, തൊട്ടോ. അത് കൃഷ്ണനല്ല, കരിങ്കുരങ്ങാണ്. കുത്തിക്കോ. കറക്റ്റായിട്ട് ഇന്നത്തെ ഓണക്കളിയിലെ അനിഷേധ്യയായ ജേതാവായിട്ട് നമുക്ക് ദീപ്തിയെ തെരഞ്ഞെടുക്കാം. ജയ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ വകയിൽ ഓണാശംസകൾ നേരെയാണ്. ഈ നമ്മളുടെ നേരത്തെ ഗെയിമിൽ വിജയിച്ച ദീപ്തിക്ക് മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിരുന്നു. തീർച്ചയായിട്ടും ദീപ്തിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദീപ്തിക്ക് ഒരു റോൾ ഞാൻ നൽകിയിരിക്കും. ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വകയായി ഹാപ്പി ഓണം.